അനേക ജന്മ സംപ്രാപ്ത കർമ്മബന്ധവിദാഹിനേ ആത്മജ്ഞാന പ്രദാനേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഗജാനനം ഭൂതഗണാധിസേവിതം കബിദ്ധ ജംബൂഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. ശുക്ലാം ബ്രഹ്മവിചാരസാരപരമാം ആദ്യാം ജഗദ്വ്യാപിനിം വീണാപുസ്തകധാരിണീം അഭയദാം ജാഢ്യാന്ധകാരാപഹാം ഹസ്തേ സ്ഫാടികമാലികാം ച ദദധിം പദ്മാസനേ സംസ്ഥിതാം വന്ദേ താം പരമേശ്വരീം ഭഗവതീം ബുദ്ധിപ്രദാം ശാരദാം. ലക്ഷ്മീശേ യോഗനിദ്രാം പ്രഭജതി ഭുജഗാധീശതൽപേ സദർപ്പാ ഉൽപ്പന്നൗ ദാനവൗ തശ്രവണമലമയാംഗൗ മധും കൈഡഭം ച ദൃഷ്ട്വാ ഭീതസ്യ ധാതു സ്തുതിഭിരവനുതാമാശുതൗ നാശയന്തിം ദുർഗാം ദേവീം പ്രപദ്യേ ശരണമഹം അശേഷാപതുന്മൂലനായ. എല്ലാവർക്കും സ്നേഹോഷ്മളമായ സ്വാഗതം, പ്രണാമങ്ങൾ. ലളിത സഹസ്രനാമത്തിലെ 26ാമത്തെ നാമമായ കർപ്പൂര വീടികാമോദ സമാകർഷ ദിഗന്ധര എന്ന നാമത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുവാൻ പോകുന്നത്. അതിമനോഹരമായിട്ടാണ് വാഗ്ദേവതമാര് ദേവിയുടെ ആ താമ്പൂല ചർവണത്തിന്റെ പ്രാധാന്യത്തെ, അതിൻ്റെ ആമോദത്തെ, മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ സൗരഭ്യത്തെ കുറിച്ച് വർണ്ണിക്കുന്നത്. വീടി, വീടിക എന്നൊക്കെ പറഞ്ഞാൽ വെറ്റില എന്നാണ് അർത്ഥം. ഇവിടെ കർപ്പൂര വീടികാമോദ സമാകർഷ ദിഗന്ധര എന്നാണ് നാമം. ഒന്നിലധികം പദങ്ങളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ടാണ്, ഒരു വിധത്തിലുള്ള പൗനരുക്ത ദോഷങ്ങളും ഇല്ലാതെയാണ്, അബീജ എന്ന് തുടങ്ങിയിട്ടുള്ള അവ്യയങ്ങളെ ഒഴിവാക്കിക്കൊണ്ടാണ് ഈ നാമം വാഗ്ദേവതമാര് രചിച്ചിട്ടുള്ളത്. കർപ്പൂര വെറ്റില മുറുക്കി അന്യ ദിക്കുകളെ പോലും ആകർഷിക്കുമാറുള്ള സൗരഭ്യത്തോടുകൂടി ഉല്ലസിച്ചിരിക്കുന്നവൾ എന്നാണ് നാമത്തിന് അർത്ഥം കാണുന്നത്. കർപ്പൂര വീടികയുടെ ആമോദത്താൽ, അതല്ലെങ്കിൽ സൗരഭ്യത്താൽ, അതല്ലെങ്കിൽ നറുമണത്താൽ, മറ്റൊരു വിധത്തിൽ പറയുകയാണ് സുഗന്ധത്താൽ ആകർഷിക്കപ്പെട്ട ദിഗന്ധരങ്ങളോടുകൂടിയവൾ എന്നൊക്കെ നമുക്ക് അർത്ഥം പറയാം. ഇവിടെ ആരോഗ്യദായകവും അതുപോലെ തന്നെ സുരഭിലവുമായ പല ഔഷധങ്ങളും ചേർത്ത് ഉണ്ടാക്കുന്നതാണ് കർപ്പൂര വീടിക എന്ന് പറയുന്നത്. ദേവി അത് ചർവണം ചെയ്യുമ്പോൾ, ചവയ്ക്കുമ്പോൾ അതിൽ നിന്നും വരുന്ന സൗരഭ്യം, ആ നറുമണം സ്വീകരിക്കുവാൻ ദിക്കുകളിൽ നിന്ന് പോലും ദേവതമാര് എത്തിച്ചേരുന്നു എന്ന് വാഗ്ദേവതമാര് പറയുമ്പോൾ
ആ കർപ്പൂര വീടികയുടെ സൗരഭ്യം നമുക്ക് ഊഹിക്കാവുന്നതാണ്. കർപ്പൂര വീടിക എന്ന് പറഞ്ഞാൽ താമ്പൂലമാണ് എന്ന് പറഞ്ഞു. അതിന്റെ പ്രത്യേകത ഏലക്ക, ഇലവങ്ങം, പച്ചക്കർപ്പൂരം, കസ്തൂരി, മാതള അല്ലി, ജാതക്ക, ജാതിപതി, അടയ്ക്ക, നാളികേരം, കുരുമുളക്, ചുക്ക്, ചുണ്ണാമ്പ്, കൃഷ്ണത്തുളസി എന്നീ സുഗന്ധദ്രവ്യങ്ങളൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്നതാണ് ആ വെറ്റില ചുരുള്. അത് ചവയ്ക്കുമ്പോൾ തന്നെ വളരെ സൗരഭ്യവും കൂടിയാണ് ഉണ്ടാകുന്നത്. ദേവി വെറ്റില മുറുക്കുന്നതിൻ്റെ സൗരഭ്യം അന്യ ദിക്കുകളിൽ വരെ എത്തുകയും അവിടെയുള്ളവരൊക്കെ ദേവിയുടെ പ്രസാദത്തിന് വേണ്ടി എന്ന് പറഞ്ഞാൽ കർപ്പൂര വീടിക എന്ന അത് പ്രസാദമായി ലഭിക്കുന്നതിന് ആകർഷിക്കപ്പെടുന്നു, അവിടെ എത്തിപ്പെടുന്നു എന്നാണ് നാമം സൂചിപ്പിക്കുന്നത്. ഇവിടെ ദേവി ചർവണം ചെയ്യുക, ചർവണം ചെയ്യുക എന്ന് പറഞ്ഞാൽ ചവയ്ക്കുക എന്നാണ് അർത്ഥം. ആ കർപ്പൂര വീടികയുടെ പരിമളം കൊണ്ട് ദിഗ്ദേവകള് ആകൃഷ്ടരായിത്തീരുന്നു. സൗന്ദര്യ ലഹരിയില് 65-ാമത്തെ ശ്ലോകത്തില് ആചാര്യസ്വാമികള് ഈ കർപ്പൂര വീടികയുടെ ആ പ്രാധാന്യത്തെ അല്ലെങ്കിൽ അതിൻ്റെ സൗരഭ്യത്തെ കുറിച്ച് അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യേകതയെ കുറിച്ച് വളരെ മനോഹരമായിട്ട് വർണ്ണിക്കുന്നുണ്ട്. ഇവിടെ രണേ ജിത്വാ ദൈത്യാൻ അപഹൃത ശിരസ്തൈ കവചിഭിർ നിവൃത്തൈശ്ചണ്ഡാംശ ത്രിപുരഹര നിർമാല്യ വിമുഖൈഹി വിശാഖേന്ദ്രോപേന്ദ്രൈ ശശി വിശദ കർപ്പൂര ശകലാഹ വിലീയന്തേ മാതസ്തവ വദന താമ്പൂല കബലാഹ എന്ന് മനോഹരമായിട്ട് ആ താമ്പൂല ചർവണത്തെക്കുറിച്ചും ആ കർപ്പൂര വീടികയെക്കുറിച്ചും ആചാര്യസ്വാമികൾ വർണ്ണിക്കുന്നുണ്ട്. ആ ശ്ലോകത്തിന്റെ ഒരു പ്രതിപാദ്യ വിഷയം എന്നുള്ളത് പാർവതി പരമേശ്വരന്മാരുടെ പുത്രനായ ദേവസേനാധിപനായ സ്കന്ദൻ മുരുകൻ, അതുപോലെ തന്നെ രാജനായിട്ടുള്ള ദേവന്മാരുടെ രാജാവായ ഇന്ദ്രൻ, ത്രിമൂർത്തികളിൽ മുഖ്യനായിട്ടുള്ള വിഷ്ണു എന്നിവരെ പോലും എന്താ പറയുക ആഗ്രഹിക്കുന്ന ദേവി പ്രസാദ മഹാത്മ്യം ആണ് അതില് ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ വാഗ്ദേവതമാര് അതിമനോഹരമായിട്ടാണ് ദേവിയുടെ കർപ്പൂര വീടികയുടെ ആ സൗരഭ്യത്തെക്കുറിച്ച് വർണ്ണിച്ചിരിക്കുന്നത്. കർപ്പൂര വീടിക ആമോദ സമാകർഷ ദിഗന്ധര